اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്മത്തിൻ്റെ 26ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, മിൻ അലാമാത്തിൻ നുജ്ഹി ഫിൻ നിഹായാത്തി അർറുജൂഉ ഇലല്ലാഹി ഫിൽ ബിദായാത്തി. മിൻ അലാമാത്തിൻ നുജ്ഹി ഫിൻ നിഹായാത്തി, അന്തിമഘട്ടങ്ങളിൽ വിജയം വരിക്കുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അർറുജൂഉ ഇലല്ലാഹി ഫിൽ ബിദായാത്തി, തുടക്കത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഒരു സാലിക്കായ വ്യക്തിയോടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സൂഫി മാർഗത്തിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിച്ച ആളെ കുറിച്ചാണ് പറയണത്. ആ സാലിക്കായ വ്യക്തിയുടെ തുടക്കം, ആ തുടക്കം തന്നെ ആ വ്യക്തിയുടെ ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. എങ്കിൽ അതിൻ്റെ അവസാനമുണ്ട്. മുഷാഹദയുടെയും അതുപോലെ തന്നെ മുക്കാശഫയുടെ ഒക്കെ മക്കാമാണ് അതിൻ്റെ അന്തിമഘട്ടം. സാലിക്ക് എന്ന് പറയുമ്പോൾ ഒരു മുറബ്ബിയായ ഷേഖുമായി ബന്ധപ്പെട്ട് ആ ഉന്നതമായ മർത്തബയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ്, അതായത് ഇതിൻ്റെ ഏറ്റവും അവസാനം നിഹായത്ത് എന്ന് പറയുന്നത് അവസാന ഘട്ടമാണ്. ആ അവസാന ഘട്ടം വിജയിക്കണമെങ്കിൽ തുടക്കം അവന്റെ നിയ്യത്ത് ക്ലിയർ ആയിരിക്കണം. ഈ നിഹായത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് അറ്റം, അന്തിമം എന്നൊക്കെയുള്ള മാനാക്കാണ്. വായത്ത് നിഹായത്തൊക്കെ, നിഹായത്ത് പറഞ്ഞ അന്തിമം, അവസാനം എന്നൊക്കെയുള്ള മാനാക്കാണ്. ബിദായത്ത് പറഞ്ഞ തുടക്കം. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, തുടക്കം നന്നായ ഒടുക്കം നന്നാവും എന്ന് പറച്ചിലുണ്ട്. ഇപ്പൊ ഈ വിവാഹം ആലോചിക്കുമ്പോൾ പരസ്പരം രണ്ടു കൂട്ടക്കാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കഴിഞ്ഞാൽ ഈ ഫോൺ കൈമാറുന്ന ഒരു പരിപാടി ഉണ്ട്. നിക്കാഹിന്റെ മുമ്പ് ഫോൺ കൈമാറുന്ന പരിപാടി. അപ്പൊ നമ്മൾ പറയലുണ്ട്, തുടക്കം തന്നെ ഹറാമിൽ തുടങ്ങരുത്. തുടക്കം തന്നെ ഹറാമിൽ എന്ത് ചെയ്യരുത്? തുടങ്ങരുത്. കാരണം പിന്നെ അതിന്റെ ആ പോക്ക് പരാജയത്തിലേക്ക് അയക്കാറ്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ അമ്മായിമാര് മരുമകന് സ്വർണ്ണമോതിരം ധരിപ്പിക്കുന്ന പരിപാടി. ഇപ്പൊ കുറെയൊക്കെ അത് കുറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. പണ്ട് കാലത്ത് നിന്നൊന്നും പറയണ്ട, ഈ അടുത്ത് തന്നെ ഉണ്ട്. ഞാനൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ, അപ്പൊ നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോ അവിടെ ഒരു പരിപാടി ഉണ്ട്. അമ്മായിമാര് അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ, ഇളയമാര് മൂത്തന്മാര്, അല്ലെങ്കിൽ ചെക്കന്റെ കുടുംബത്തിലുള്ള ഇളയമാര് മൂത്തന്മാരൊക്കെ എന്ത് ചെയ്യും? ഇവനൊരു കല്യാണമല്ലേ, അവനെ സന്തോഷിപ്പിക്കാന്നുള്ള രൂപത്തിൽ സ്വർണം ധരിപ്പിക്കും. അപ്പൊ ഞാൻ അതിനെ അവിടെ മസാല പറഞ്ഞു, നിങ്ങൾ കയ്യിൽ വാങ്ങിക്കോളി, ആ സ്വർണം കയ്യിൽ വാങ്ങിക്കോളി, എന്നിട്ട് നിങ്ങൾ ധരിക്കണില്ല, നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുത്തോളി, അല്ല നിങ്ങൾക്ക് പൈസന്റെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോയി വിറ്റോളി. പക്ഷെ എന്ത് ചെയ്യരുത്? അത് ധരിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങരുത്. കാരണം നിക്കാഹ് എന്ന് പറയുന്നത്, നിക്കാഹ് കർമ്മം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. ആ തുടക്കം തന്നെ ഹറാമ് കൊണ്ട് തുടങ്ങില്ലേ? അത് നല്ല ഹൈറായ കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിന് തുടക്കം ഉണ്ടാകുന്നത്. അപ്പൊ തുടക്കം നന്നായ ഒടുക്കം നന്നാവുന്നൊരു വർത്താനുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി നിങ്ങൾ പറയാണ്, മിൻ അലാമാത്തിൻ നുജ്ഹി ഫിൻ നിഹായാത്തി, അന്തിമഘട്ടങ്ങളിൽ വിജയം വരിക്കുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അന്ത്യം വിജയിക്കണമെങ്കിൽ അർറുജൂഉ ഇലല്ലാഹി ഫിൽ ബിദായാത്തി, തുടക്കത്തിൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാകണം. ഒന്നാമത് ഈ മനുഷ്യന്മാർക്ക് ഇപ്പോ ചില ആളുകൾക്ക് സമ്പത്തിനോട് വലിയ ആഗ്രഹിക്കാൻ, ചില ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ പിന്നാലേക്കാണ്. എപ്പോഴും പോലെ മസിൽ ഉരുക്കിയിട്ടും ദിവസം കണ്ണാടിയിൽ 5 പ്രാവശ്യം നോക്കിയിട്ട് മസിൽ വന്നുകൂടെ നോക്കിയിട്ടും അങ്ങനെയുള്ള ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്.
കുറെ ആൾക്കാരെന്തുണ്ട്, സമ്പത്തിന്റെ പിന്നാലെ, സന്താനങ്ങളെ പിന്നാലെ. ഇപ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, യാക്കൂബ് നബിയുടെ മനസ്സിൽ യൂസുഫ് നബി ആകുന്ന മകനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തേ അള്ളാഹു തആല കാട്ടിയത്? രണ്ടാളെയും വിട്ടുപിരിച്ചു, രണ്ടാളിങ്ങോട്ട് വേർപ്പെടുത്തി അള്ളാഹു തആല. അപ്പൊ സന്താനങ്ങളോടുള്ള അമിതമായ സ്നേഹം അത് ഒരു മനുഷ്യനെ ചിലപ്പോ എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസത്തിലാകും. അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള സ്നേഹമാണ് ഖാറൂൻ എന്ത് ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്ത് പോലും അറിയാമായിരുന്ന ഖാറൂന് അത്രമാത്രം അധപ്പതിക്കാനുള്ള കാരണം എന്താ? സമ്പത്തിനോടുള്ള ആഗ്രഹമാണ്. ആദ് സമൂഹം, അത് അല്ലെങ്കിൽ സമൂദ് ഗോത്രത്തിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, ഓല് സ്വന്തം കൈ കൊണ്ട് പാറകളും മലകളൊക്കെ തുരക്കാൻ മാത്രം കഴിവുള്ള ആൾക്കാരായിരുന്നു. ആര്? അവരെ പോലത്തെ ആൾക്കാർ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാ. അത്രയും എന്താ പറയാ, അത്രക്കും പവറുള്ള മനുഷ്യന്മാരായിരുന്നു അവര്, ആ ഗോത്രങ്ങളൊക്കെ. അവരതിലിങ്ങോട്ട് വല്ലാതെ എന്താക്കി, ഇങ്ങോട്ട് വല്ലാതെ വൽപ്പത്തരം കാണിച്ചു, ഞങ്ങളെ തകർക്കാൻ ആരുമില്ല എന്നൊക്കെ. അള്ളാഹു താല ഒരൊറ്റ അട്ടഹാസം കൊണ്ടൊക്കെ ആ സമൂഹത്തിനെ ഇല്ലാതാക്കി, ഒന്ന് പേടിപ്പിച്ചു. അപ്പത്തിന് ഓല് മരിച്ചുപോയി. ഓല വിചാരം ഓല് ഭയങ്കര കൊമ്പന്മാരാണ്, ഓല ആർക്കും തകർക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഒരൊറ്റ ഒച്ച കൊണ്ടുപോലും അള്ളാഹു താല അവരെന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സമ്പത്താണെങ്കിലും സന്താനാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ ഇതൊക്കെ അള്ളാഹു തരുന്നതാണ്. അവ ഹൃദയത്തിൽ സാലിക്കായൊരു വ്യക്തി, അതാ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ടായിരിക്കണം. അവൻ മനസ്സിലാക്കേണ്ട എന്താണ്? അവന്റെ മുറാഖബ കൊണ്ട്, അവന്റെ റിയാദ കൊണ്ട്, അവന്റെ ശൈഖ് തരുന്ന ദിക്ർ കൊണ്ട്, ഞാൻ ചെല്ലുന്ന ദിക്ർ കൊണ്ടൊക്കെയാണ് ഞാൻ വലിയ മഖാമക്ക് എത്തിയത്, അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന റിയാദകളുണ്ട്, മുറാഖബകളുണ്ട്, അതിലൂടെയാണ് ഞാൻ വലിയ മഖാമിലേക്ക് എത്താൻ പോകുന്നത് എന്ന് ഒരു സാലിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കരുതാൻ പാടില്ല. അള്ളാഹുവിലേക്കുള്ള പ്രയാണ വഴിയിൽ തന്നെ അവൻ ആദ്യം മനസ്സിലാക്കണം എന്ത്? എനിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏറ്റവും വലിയ ഒരു നിധിയായിട്ടാണ് മഹാന്മാരാകുന്ന ആളുകൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ദിക്റിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ലാ ഹൗല ലേഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നത്, ഒരു ലേഹ്യം, ഒരു മരുന്നായിട്ടാണ് എന്ത് ചെയ്യണത്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാനെ പറയും. കാരണം എന്താണ്? അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു വ്യക്തിക്ക് സ്വന്തമായി കഴിവൊന്നുമില്ല, എല്ലാ കഴിവും അള്ളാഹു താലയിലേക്കാണ് എന്ന് ഒരടിമ സമ്മതിക്കുന്ന ഒരു ദിക്റാണ് ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മളെ മശായിഖന്മാരൊക്കെ നമുക്ക് എല്ലാ സമ്മതം തന്നിക്കുന്നത് 5000 തവണ ചെല്ലാനാണ്. ഞാൻ 5000 തവണ എല്ലാ ദിവസവും കഴിയണില്ലെങ്കിൽ ഒരു ദിവസം 101 തവണ ചെല്ലിയാൽ മതി. എല്ലാ ദിവസവും 101 തവണ ചെല്ലുന്നതാണ്. ഇന്ന് 5000 ചെല്ലുക, നാളെ 100 ചെല്ലുക, മറ്റന്നാ 500 ചെല്ലുക, പിന്നെ എൻ്റെ അടുത്ത ദിവസം 50 ചെല്ലുക. അതിനേക്കാൾ എന്നുള്ള എന്താണ്? എല്ലാ ദിവസവും 101 പ്രാവശ്യവും എന്ത് ചെയ്യലാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ. കാരണം നിത്യമായി ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹിന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ അത് മറക്കണ്ട. അപ്പോ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഒരു സാലിക്കായ വ്യക്തി, അവൻ ആ പോകുന്ന റൂട്ടിൽ എല്ലാ കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കണം. ഇപ്പൊ നമ്മളെ പള്ളിക്കൊരു കിതാബുണ്ട്, ഹദായിഖുൽ ഹഖായിഖ് എന്ന കിതാബ്. ആ കിതാബിൽ പറയുന്നുണ്ട്, ഒരു മഹാന് 40 തവണ നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. നടന്നിട്ട് 40 തവണ ഹജ്ജിന് പോയി. മൂപ്പര് ഒരു നിയ്യത്തായിരുന്നു, എനിക്ക് നടന്നിട്ട് എന്ത് ചെയ്യണം? 40 തവണ ഹജ്ജിന് പോകണം. ഈ ഹജ്ജിന്റെ വേളയിൽ ഞാൻ ഒരാളെയും ആശ്രയിക്കൂല, ഞാൻ അള്ളാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ എന്നുള്ള നിയ്യത്ത് മൂപ്പര് മനസ്സിൽ കരുതി. അങ്ങനെ ഈ മഹാൻ പറയാണ്, അങ്ങനെ ഞാൻ ഒരിക്കൽ ഞാൻ ഹജ്ജിന് പോണ സമയത്ത് എൻ്റെ കാലിലൊരു മുള്ള് തറച്ചു. എന്നിട്ട് പോലും ഞാനത് എടുത്തില്ല. കാരണം ഞാൻ അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ അള്ളാഹുവിൽ നിന്ന് മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതെടുക്കാതെ വേദന സഹിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഹജ്ജിന് പോയി. മഹാത്മാക്കൾ അങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വേദന സംഹാരി എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് അവനെ വേദനിപ്പിക്കാൻ ഒരാൾക്കും എന്ത് ചെയ്യൂല, കഴിയില്ല.
അല്ലെ? അതാണ് അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ പറഞ്ഞു, ഒന്നിരിക്കൽ ഞാനാണ് പ്രവാചകൻ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങളെ തല നിങ്ങൾ നീട്ടി തന്നോളി എന്ന് പറഞ്ഞു. ആരോട്? സ്വഹാബത്തിനോടെ. ഒന്നിരിക്കൽ ഞാനാണ് പ്രവാചകൻ നിങ്ങൾ സമ്മതിക്കണം, അതിന് സമ്മതിക്കണില്ലെങ്കിൽ നിങ്ങളെ തല നീട്ടിത്തരണം. എന്തിനു? കൊല്ലാന്. സ്വഹാബത്ത് എന്തുണ്ടായി? അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. 100 കണക്കിന് സ്വഹാബികൾ തല നീട്ടിക്കൊടുത്തു, അവരൊക്കെ തലയറുത്തു. എന്നിട്ട് വൈകുന്നേരം ഈ സ്വഹാബികളുടെ ജനാസ മറമാടാൻ വേണ്ടി ആളുകൾ വന്നപ്പോ ഭയങ്കര രസകരമായ ഖുർആൻ ഓത്ത് കേട്ടു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏറ്റവും സുന്ദരമായ ഒരു അള്ളാഹുവിലേക്ക് ചേർക്കുന്ന ഒരു ആയത്താണ്. ഈ ആയത്താണ് സ്വഹാബികളുടെ നാവിൽ നിന്ന്, തലയും മുടലൊക്കെ വേറെ ആയിട്ടുണ്ട്, അവരുടെ നാവിൽ നിന്ന് അത് മറമാടാൻ വന്ന ആളുകൾ കേട്ടു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. കാരണം എന്താ? ഓല അർറുജൂ ഇലല്ലാഹ്, ഓലെ ലക്ഷ്യം അള്ളാഹു താലാണ്. അതിന്റെ മുമ്പിൽ അവരുടെ ജീവൻ പോലും എന്ത് ചെയ്തില്ല, അതൊരു പ്രശ്നമില്ല. അപ്പോ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു കല്യാണം വിചാരിക്കും. ഒരു കല്യാണം ആലോചിക്കുന്ന തുടക്കത്തിൽ തന്നെ എന്ത് വേണം? അവന്റെ മനസ്സിൽ വേണം എന്ത്? ഇത് ഇന്റെ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്റെ കുടുംബക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇന്റെ നാട്ടുകാരെ കൊണ്ടൊന്നും എനിക്ക് നടത്തിത്തരാൻ കഴിയില്ല. ഇത് നടത്തിത്തരാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? പടച്ച റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ തിന്നുന്ന ചോറുണ്ടല്ലോ, അത് എത്ര ആളുകളിലൂടെയാണ് അള്ളാഹുത്തല നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? ഇങ്ങനത്തെ വിത്ത് ഉണ്ടാക്കാൻ അള്ളാഹുത്തല തോന്നിപ്പിക്കണം, അല്ലേ? ആ വിത്ത് മുളപ്പിക്കാൻ ഒരാളുണ്ടാവും, അത് വിൽപ്പനക്ക് വെക്കുന്ന ഒരാളുണ്ടാവും, അത് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ അത് കൊണ്ടുപോയി പാടത്ത് വിതറുന്ന ആൾക്കാരുണ്ടാവും. അതിന്റെ പിന്നിൽ 100 കണക്കിന് ആളുകളെ പരിശ്രമം ഉണ്ടാവും. എന്നിട്ടാണ് നമ്മളെടുത്തേക്ക് എന്ത് ചെയ്യണത്? നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പെരീക്കെത്തിയാൽ തന്നെ എത്ര കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. ആര് കഴുകാനുള്ള വെള്ളത്തിനുള്ള സംവിധാനം അള്ളാഹുത്തല നമുക്ക് കാണിച്ചു തന്നു. ആ വെള്ളം പൈപ്പിലൂടെ വരാനുള്ള സംവിധാനം അള്ളാഹുത്തല കാണിച്ചു തന്നു. അത് കഴുകാനുള്ള കഴിവ് അള്ളാഹുത്തല തന്ന്, എന്നിട്ട് അത് വേവിക്കാനുള്ള കഴിവ് ആ വിഷയം അള്ളാഹുത്താലാന്റെ കുദറത്തും ഇറാദത്തും സെക്കൻഡുകളിൽ എത്ര നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഒരു മനുഷ്യന്റെ ചിന്ത അള്ളാഹുവിലേക്കല്ലാതെ വേറൊരു വഴിയിലേക്ക് എന്ത് ചെയ്യൂല. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. മിൻ അലാമാത്തിൻ നുജ്ഹി ഫിൻ നിഹായാത്തി, അന്തിമഘട്ടങ്ങളിൽ വിജയം വരിക്കുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അർറുജൂഉ ഇലല്ലാഹി ഫിൽ ബിദായാത്തി, തുടക്കത്തിൽ ഒരാൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. തുടക്കത്തിൽ ഒരാള് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇപ്പൊ ഈ ഷറഹിൽ കാണുന്നുണ്ട്, കാല ബഅദുൽ ആരിഫീൻ, ആരിഫീങ്ങളാകുന്ന ചില ആളുകൾ പറഞ്ഞു, മൻ ലന്ന അന്നഹു യസ്ലു ഇലല്ലാഹി ബിഗൈരില്ലാഹി ഖുതിഅ ബിഹി. ഒരാള് ഭാവിക്കാണ്, ഞാൻ എൻ്റെ സ്വയം പ്രയത്നം കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തത്? അള്ളാഹുവിലേക്ക് എത്തിയത് എന്ന് ഒരാൾ ഭാവിച്ചാൽ ഖുതിഅ ബിഹി, അള്ളാഹുവിനോടുള്ള ബന്ധം അവിടെ മുറിക്കപ്പെട്ടു. അള്ളാഹുവിനോടുള്ള ബന്ധം അവിടെ എന്ത് ചെയ്തു? മുറിക്കപ്പെട്ടു. ഒമൻ ഇസ്തആന അലാ ഇബാദത്തില്ലാഹി ബിനഫ്സിഹി, അവൻ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓന്റെ നെഫ്സിന്റെ പരിശ്രമം കൊണ്ടാണ്, നെഫ്സാണ് അതിന്റെ പിന്നിൽ എന്ന് കരുതി കഴിഞ്ഞാൽ അവന്റെ പരമേൽപ്പിക്കൽ ആരെ മാത്രാണ്? നെഫ്സിനെയാണ്, അള്ളാനല്ല. അത് നെഫ്സിനെ പരമേൽപ്പിക്കലാണ്, അള്ളാനല്ല. അപ്പൊ നമ്മൾ സാലിഹീങ്ങളാകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല. അതിനെന്ത് വേണമെന്നറിയോ? നമ്മൾ ഓരോന്നിന്റെയും അർത്ഥവ്യാപ്തിയിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോഴാണ് ഓരോന്നിലും അള്ളാഹു താലാന്റെ കുദറത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഓരോ കാര്യങ്ങളിലും അള്ളാഹു താലാന്റെ കുദറത്ത് ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ കാണാം. നമ്മൾ ഹൃദയം എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, 7 ആകാശങ്ങളോ 7 ഭൂമികൾക്കോ അള്ളാഹു താലാനെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. 7 ആകാശങ്ങളും 7 ഭൂമിയുണ്ടല്ലോ, അതിനൊന്നും അള്ളാഹു താലാനെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? മുഅ്മിനായ മനുഷ്യന്മാർക്കുള്ളൂ. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ് അള്ളാഹു ഇരിക്കുന്ന സ്ഥലം. ഇപ്പൊ ഞാന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബില് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 8 സ്വർഗങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ആരിഫായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടുവച്ചാലും പിന്നെയും ഇഷ്ടംപോലെ വ്യാപ്തി ഉണ്ടാകും അവന്റെ ഹൃദയത്തിന്. കാരണം എന്താ?
അവന്റെ ഇബാദത്ത് കൊണ്ട് അള്ളാഹു താല ഹൃദയത്തിനങ്ങട്ട് വിശാലത തന്നിക്ക. അത് അള്ളാഹു താല ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ട് ഇട്ടാലും ഒന്നും സംഭവിക്കൂല. അപ്പൊ ഹൃദയത്തില് അള്ളാഹു ഉണ്ടാകുക, അപ്പോഴേ അതിന്റെ പരിസമാപ്തിയിൽ നിഹായത്തിൽ എന്തുണ്ടാവുള്ളൂ? വിജയം ഉണ്ടാവും. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹു താനെ ഏൽപ്പിക്കുക. റബ്ബേ, എനിക്കിതിന് കഴിവില്ല, ഞാനിതിന് ലൈഫായ ഒരു മനുഷ്യനാണ്, എന്നെ കൊണ്ട് ഇത് കൂട്ടിയേ കൂടൂല, അതുകൊണ്ട് നീയാണ് എന്നെ സംവിധാനിച്ച റബ്ബ്, അതുകൊണ്ട് ഞാൻ മുഴുവനായി ഞാൻ നിന്നിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നിടുന്നുണ്ട് എന്ന് ഒരാൾ കരുതണം. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, ഫൈദാ ത്വലബുത്ത ഷൈഅൻ, നീ ഒരു ഷൈഇനെ തേടുകയാണ്, ഒരു ഷൈഇനെ, ഒരു വസ്തുവിനെ ആവശ്യപ്പെടുകയാണ്. വ കുൻത ഫീഹി മുഅ്തമിദൻ അലല്ലാഹ്, ആ സമയത്ത് നീ ഏത് രൂപത്തിലാണ്? അന്റെ എല്ലാ കാര്യങ്ങളും നീ അള്ളാഹുവിനെ കൊണ്ട് ഏൽപ്പിച്ചിക്കാണ്, അള്ളാഹുവിനെ പരമേൽപ്പിച്ചിക്കാണ്, അള്ളാഹുവിനെ കൊണ്ട് അവലംബമാക്കിക്കാണ്. ആ നിലക്ക് നീ ഒരു സാധനം തേടിയാൽ, വ മുഫവ്വിളൻ അംറക ഇലല്ലാഹ്, നീ നിന്റെ കാര്യം അള്ളാഹു താലയിലേക്കാണ് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. എങ്കിൽ തൻദുർ മാ സബഖ ഫീ ഇൽമില്ലാഹ്, അള്ളാഹു താലാന്റെ ഇൽമിൽ മുൻകടന്നത് എന്താണോ അത് നീ പ്രതീക്ഷിക്കണം. അള്ളാഹു താല നിനക്ക് അതിൽ എന്താണോ തരുന്നത് നീ അത് പ്രതീക്ഷിക്കണം. എങ്കിൽ കാന ദാലിക അലാമത്തു നുജ്ഹി നിഹായതിക, അത് നിന്റെ അന്തിമഘട്ടങ്ങളിൽ അത് വിജയത്തിനുള്ള കാരണമാണ്. നിന്റെ കാര്യങ്ങൾ മുഴുവൻ നീ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് നിന്റെ വിജയത്തിന്റെ എന്താണ്? വിജയത്തിന്റെ ഒരു കാരണമാണ്. അത് നമ്മൾ പ്രധാനമായും നമ്മളൊരു കുട്ടിനെ, ഇപ്പൊ ഞാനൊക്കെ ഓതാൻ പോണ സമയത്ത് എൻ്റെ അളിയാക്ക ഒരു മഹാനുഭാവന്റെ അടുത്ത് കൊണ്ടുപോയി. എന്തിനാണ്? തുടക്കം നല്ലൊരു മഹാന്റെ അടുത്ത് പോയി ദ്വയർപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയം ഉണ്ടാവും. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോ ആരപ്പ അതൊക്കെ ശ്രദ്ധിക്കല്? ഒരു കുട്ടീനെ 1ാം ക്ലാസ്സിലേക്കൊക്കെ ചേർക്കുമ്പോ ഇപ്പൊ എൻ്റെ കുട്ടികളൊക്കെ, എൻ്റെ മൂത്താപ്പുണ്ടായിരുന്നു ഇരുമ്പുഴി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ, അള്ളാഹു തആല മഹാനെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോ അദ്ദേഹം ഉള്ള സമയത്തൊക്കെ കുട്ടികളെ മറ്റേ സ്കൂളിലേക്കൊക്കെ ആക്കുമ്പോ അല്ലെങ്കിൽ മദ്രസക്കൊക്കെ ആക്കുമ്പോ അദ്ദേഹത്തിന്റെ കൊണ്ടുപോയിട്ട് ഒരു അള്ളാന്നുള്ളത് എഴുതിപ്പിക്കും. കുട്ടിനെ കൊണ്ട് അള്ളാന്ന് എഴുതിപ്പിക്കും. ഇതൊന്ന് തലയിൽ മന്ത്രിച്ച് ദ്വയറക്കാൻ വേണ്ടി പറഞ്ഞു. സ്വാലിഹീങ്ങളുമായിട്ടൊന്ന് ബന്ധം ഉണ്ടാക്കി കൊടുക്കും. കാരണം തുടക്കം ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ നിഹായത്തിലും എന്തുണ്ടാവും? വിജയം. ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ നമ്മളെ കൽബിലെ അള്ള മാത്രമാകുക, വേറെ ഒരു ലക്ഷ്യവും അതിന്റെ പിന്നിലുണ്ടാകരുത്. ഏതൊരു കാര്യത്തിനും, ഇനി കുട്ടികളെ കെട്ടിക്കലായിക്കോട്ടെ, ഒരു പെരണ്ടാക്കലായിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, അതിന്റെ ഇതിലൊക്കെ തുടക്കത്തിൽ അള്ളയാണോ ലക്ഷ്യം, അതിന്റെ നിഹായത്ത് വമ്പിച്ച് വിജയിക്കാൻ. അല്ല ലക്ഷ്യം, വേറെ മറ്റതുമാണെങ്കിൽ അതിൽ പരാജയം ഉണ്ടാവും. ഇനി വേറൊരു കാര്യമുണ്ട്, ഇനി ചിലപ്പോ തുടക്കത്തിൽ പരാജയം ഉണ്ടാവും, പക്ഷെ പിന്നീട് നമ്മൾ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അന്ന് ഞാൻ എൻ്റെ ഒരു വിഷയം പരാജയപ്പെട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി, പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കണോ അതായിരുന്നു ചിലപ്പോൾ ശരി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അല്ലേ? ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനേക്കാരം, പക്ഷെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും? അന്ന് ആ ടെൻഷൻ അനുഭവിച്ചത് നന്നായിട്ടോ, അതുകൊണ്ട് അള്ളാഹു തആല എനിക്ക് ഈ വിജയം തന്നു. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മുടെ മനസ്സുകൾ ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് നാളെ പറയണത്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് തുടക്കം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. വിശാലമായ വലിയ വിഷയങ്ങൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 264 ഹിക്മത്തുകൾ പറയാൻ പോകുന്നുണ്ട്. അതിൽ നമ്മളാകെ 26 വിഷയത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് മുഴുവനായി കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ട് പ്രതിഷ്ഠിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.